സോയ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് സോയ. ഇപ്പം 100 ഗ്രാം സോയാണ് എടുത്തേക്കുന്നത്. അതൊരു 20 മിനിറ്റോളം ഒരു 10-20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് 2-3 പ്രാവശ്യം നന്നായി കഴുകണം. നന്നായി കഴുകി വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളയണം. നന്നായി മസാലയൊക്കെ നന്നായി പിടിക്കണം. നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് ചെറുതാക്കി വെച്ചേക്കുന്നതാണ്. ഒരു തക്കാളി ചെറുതായി നുറുക്കി വെച്ചത്, ഒരു സവാള അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, 2 പച്ചമുളക് നടുകി കയറിയത്. ഇത് കൂടിയിട്ട് നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ അതിലോട്ട് ചേർക്കും. ഈ സോയ വേവിക്കാൻ പോകണേ. അതിന് സോയ അത് കുക്കറിലോട്ട് ഇടാം. അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കാം. സോയ വേവുന്ന നേരം കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കിടാം. കടുക് പൊട്ടിക്കുന്ന സവാള സവാള വാടി വന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞിട്ടും ചേർത്തിട്ട് വഴറ്റിക്കാം. എല്ലാത്തിനും പച്ചമുളക് മാറിയിട്ട് ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി വെളിക്കാം. പച്ചമുളക് മാറി കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം, 4 ഗ്ലാസ്സാണ്, കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. തീ കുറച്ചൊന്ന് കൂട്ടിവെക്കാം. ലോ ടു മീഡിയം അതിൻ്റെ ഇടയിലാക്കി എന്നിട്ട് മൂടി വയ്ക്കാം. തക്കാളി വേവാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കുക്കർ ഇപ്പോൾ 2 വിസിൽ വന്ന് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. തുറന്നോക്കാം. ഇതൊക്കെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് നോക്കി നോക്കാം. ഉപ്പ് കുറവായിരുന്നു. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് ഉപ്പ് കറക്റ്റായിട്ട് ഇനി സോയ ആഡ് ചെയ്തു.
ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ സോയ റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ കറക്റ്റാണ്, മുളക് കറക്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.